നെയ്യാറ്റിൻകര വെള്ളറുടെ കിളിയൂരിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാത്താൻ സേവയും അന്ധവിശ്വാസവും ആഭിചാര ക്രിയകളുമടക്കം ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ആഗ്രഹ പൂർത്തീകരിക്കുന്നതിന്റെ കുറുക്കുവഴി തേടി സാത്താൻ സേവയ്ക്ക് തയ്യാറാകുന്നത് കൂടുതലും യുവാക്കളാണ് എന്ന വിദഗ്ധ മനഃശാസ്ത്രജ്ഞരടക്കം പറയുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാന സംഘമാണ് സാത്താൻ സേവയെ ഒരുമിച്ച് കൂട്ടുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ സംഘത്തിൽ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇക്കഴിഞ്ഞ 5-ാം തീയതി രാത്രിയാണ് വെള്ളറുടെ കിളിയൂർ സ്വദേശിയായ 70-കാരൻ ജോസിനെ മകൻ പ്രജിൻ ജോസ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതി പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ അടിമുടി ദുരൂഹതയുണ്ടെന്നും നിഗൂഢതകളുണ്ടെന്നുമൊക്കെ ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നത്. അതായത് പ്രജിന് സാത്താൻ സേവയുമായി ബന്ധമുണ്ടോ എന്നതാണ് വീട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നത്. പ്രജിനെ ഭയന്ന് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞു പോന്നിരുന്നുവെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുകയും മുഖത്തേക്ക് തുപ്പുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. അതായത് വീട്ടിലെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു പ്രജിൻ അധിക സമയവും ചെലവഴിച്ചിരുന്നതെന്നും ഇവിടേക്ക് സ്വന്തം അച്ഛനെ അമ്മയും പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നും മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് പതിവായിരുന്നു എന്നാണ് വിവരങ്ങൾ. രാത്രി വീട് വിട്ടിറങ്ങിയാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാണ് ഇയാൾ തിരികെ എത്താറുള്ളത്. വീട്ടിലെ മുകൾ നിലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി പ്രത്യേക കോണിയും ഇയാൾ സൂക്ഷിച്ചിരുന്നു. രാത്രി പുറത്തു പോകുന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യത്തോടെയാണ് മാതാപിതാക്കളോട് പെരുമാറുന്നത്. ഇതോടെ ഇതേക്കുറിച്ചൊന്നും വീട്ടുകാർ പിന്നീട് ചോദിച്ചില്ല. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുകയും പ്രജിന്റെ രീതിയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ മുകൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ടുവെക്കും. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ് ഈ മുറിയിൽ വെക്കാറുള്ളത് എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. അതായത് ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതും പതിവായിരുന്നു. പ്രജിൻ മുകൾ നിലയിലെ മുറിക്കുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് വർഷങ്ങളായി വീട്ടുകാർക്ക് പോലും അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മർദ്ദിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ഇയാളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആരും പിന്നീട് ഇതിനെക്കുറിച്ച് തിരക്കിയതുമില്ല. ആരെയും തന്റെ മുറിക്കുള്ളിൽ കയറ്റാൻ പ്രജിൻ അനുവദിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ജോസിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ മുറിക്കുള്ളിലെ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളുമെല്ലാം വീട്ടുകാർ കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ജോസ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. കൊലപാതകം നടന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഇവരുടെ ബന്ധുവീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. വിവാഹ ചടങ്ങിനിടെ പ്രജിൻ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ചിലർ അയാളെ കളിയാക്കി. ഇതേ തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കാറിൽ കയറ്റി പ്രജിൻ തിരികെ പോന്നു. അമിത വേഗത്തിലായിരുന്നു ഇയാൾ കാർ ഓടിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. സഹോദരി ഇത് ചോദ്യം ചെയ്തതോടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നിന്നെയും സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നായിരുന്നു ഇയാൾ ഭീഷണി മുഴക്കിയത്. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലൊരു മോഷണ ശ്രമം കൂടി നടന്നിരുന്നു. ചില കുറിപ്പുകളടക്കം ഈ സമയം വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ പ്രജിൻ എന്ന് തന്നെയാണ് നിലവിൽ ബന്ധുക്കൾ സംശയിക്കുന്നത്. കാരണം അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് സംശയത്തിന് കാരണമായതും. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. അതായത് ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വെച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റ് രൂപങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു എന്ന് തന്നെയാണ് വിവരം. വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. അച്ഛനെ കൊലപ്പെടുത്തും മുൻപ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. ഭസ്മവും കളിമണ്ണും ഒക്കെ മുറിയിൽ ഉണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. അതിനാൽ തന്നെ പ്രജിന്റെ സ്വഭാവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടായിരുന്നതായും ഇതേക്കുറിച്ച് വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കണമെന്നുമാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇവൻ രാത്രി ഇറങ്ങി പോകുമെന്നും എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുമെന്നും ഇവന്റെ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിക്കണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഫോൺ വിളികളെ കുറിച്ചൊന്നും വീട്ടുകാർക്ക് യാതൊരു അറിവുമില്ല. ഫോണും കമ്പ്യൂട്ടറും ഒക്കെ പരിശോധിക്കുമ്പോൾ തന്നെ സാത്താൻ സേവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. അതേസമയം ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തുന്നത്. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിന്റെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച് പഠനത്തിനായി പോയിരുന്നു. ഇതിനായി 1.5 ലക്ഷത്തോളം രൂപയാണ് വീട്ടുകാരോട് ചോദിച്ചു വാങ്ങിച്ചതെന്നാൽ സിനിമാ പഠനത്തിന് പിന്നാലെ തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടതെന്ന വിവരങ്ങളാണ് ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.